ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ തലേന്ന് വൈകുന്നേരം മുതലാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ശിവരാത്രി കൂടിയാണല്ലോ. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളോട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തലേന്ന് ഈവനിങ് തന്നെ നമ്മൾ കേക്കിന് വേണ്ട പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബേക്കിംഗ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം മുട്ടയൊക്കെ അതാ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു ബീറ്റിംഗ് ടൈം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കും. അതേപോലെ നമ്മളുടെ ഇതിനുള്ള ടിന്നുകളൊക്കെ ഒന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കും കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ബീറ്റിംഗ് സെറ്റായി വന്നിട്ടുണ്ടാകും. എന്നിട്ട് ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ബീറ്റർ വാങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. കാരണം കുറച്ചുകൂടി അളവ് കൂടുതൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാമല്ലോ. പിന്നെ ആ കേക്ക് എല്ലാം കൂടി ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വേറെ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നമ്മുടെ മോർഫി റിച്ചാർഡിലും വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡ് മിക്സറിലാണ് കേട്ടോ ഞാൻ ക്രീമൊക്കെ ബീറ്റ് ചെയ്യാറുള്ളത്. ഇതിലൊരു 2.5 കിലോക്കുള്ള ക്രീം ഞാൻ ഒരുമിച്ച് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ പല പ്രാവശ്യമായിട്ടാണ് കേട്ടോ ക്രീം ബീറ്റ് ചെയ്യാറുള്ളത്. വലുതിൽ ബീറ്റ് ചെയ്യാറില്ല. അതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യുന്നത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഡെലിവറി ചെയ്ത് പിന്നെ നമ്മൾ തലേന്ന് ചെയ്ത് വെച്ച കുറച്ച് കേക്ക് ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഇതൊരു 3/4 കിലോ മിൽക്കി നട്ട്സ് കേക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു ടോപ്പിൽ നമുക്ക് ഗനാഷും അതേപോലെ തന്നെ സൈഡിൽ നട്ട്സും ആണ് കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മാറ്റർ കഴിഞ്ഞിട്ട് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അടുത്തത് എഗ്ലെസ് കേക്കാണ് കേട്ടോ. എഗ്ലെസ് റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. ഇത് നമ്മൾ ഇന്നലെ ക്രം കോട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഇതും കസ്റ്റമർ റെഫറൻസ് ആയിട്ട് നമുക്കൊരു പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെയ്തെടുത്തു കേട്ടോ. ഈ നമുക്ക് ഷോപ്പിലേക്കുള്ള കുറച്ച് കേക്ക്സാണ് ചെയ്യാനുള്ളത്. ഷോപ്പിലേക്കുള്ള കേക്കൊക്കെ ഒന്നെങ്കിൽ ഞാൻ തലേന്ന് ചെയ്തേക്കും, അതല്ലെങ്കിൽ മോർണിംഗ് ആണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പം ഓരോ മൂഡ് പോലെയാണ് കേട്ടോ. ചിലപ്പം നൈറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നൈറ്റ് തന്നെ ചെയ്ത് വെക്കും കേട്ടോ. അപ്പം ഇത് ഞാൻ ഒരുവിധമൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഷോപ്പിലേക്കുള്ള കേക്കിൽ ചോക്ലേറ്റ് പീസ് കൂടി കുത്തിക്കഴിഞ്ഞാൽ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ടോ. ഈ ഒരു കേക്കിൻ്റെ കൂടെയുള്ള വാഞ്ചോ കേക്ക് 1 kg, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1.5 കിലോ വാഞ്ചോ വേറെ കൂടി കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഉള്ളതാണ്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിന് അവരൊരു റെഫറൻസ് ആയിട്ട് ഒരു പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. സിമ്പിൾ കേക്കാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കേക്കാണ്. ചില കേക്കിൽ നമുക്ക് മോഡൽ കാണുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് കൊണ്ടുപോയതിന് ശേഷം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ലുക്കൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. ഈ ഒരു ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേക്ക് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ ലുക്ക് ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അടുത്ത കേക്ക് നമുക്ക് വീട്ടിൽ കൊടുക്കാനുള്ളതായിരുന്നു. ഇത് 1/2 kg കേക്കാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹരഹര മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇവിടെ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് രാവിലെ വരാൻ പറ്റിയില്ലായിരുന്നു കേക്കൊക്കെ വർക്കുള്ളതുകൊണ്ട്. അപ്പോൾ രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉച്ച സമയമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഉച്ചയ്ക്കാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ശിവരാത്രിയും അതേപോലെ തന്നെ ഉത്സവത്തിനൊക്കെ തന്നെ ഈ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുക. അപ്പം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മോൻ അവിടെ നിന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഐസ്ക്രീം കണ്ടപ്പം പിന്നെ അവൻ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഐസ്ക്രീമൊക്കെ വെയിലായതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അവരെ എൻ്റെ വീട്ടിലാക്കി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഏട്ടനുള്ള ഫുഡായിട്ട് നേരെ ഷോപ്പിലെത്തി കേട്ടോ. അപ്പം ഷോപ്പിൽ കേക്കൊക്കെ ഇതേപോലെ അടിപൊളിയായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചെണ്ണം ഓർഡർ ഉള്ളതാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഹോം ബേക്കേഴ്സിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പം ഇതിൽ കുറേയൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ എടുത്തുകൊണ്ടാവാറുള്ളത്. ഇപ്പം ഷോപ്പുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഇവിടുന്ന് എടുക്കാവേ. മോന് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പം വീടിൻ്റെ മുമ്പിലായിട്ട് നല്ലൊരു കൊന്നമരം ഉണ്ട് കേട്ടോ. ഈ ഒരു കൊന്നമരത്തിലെ പൂവേ വിഷുവിൻ്റെ മുമ്പായിട്ട് തന്നെ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോകും കേട്ടോ. വിഷുവിന് കണി വെക്കാൻ ഈ മരത്തിൽ നിന്ന് പൂവ് കിട്ടാറില്ല. പിന്നെ കൊറോണ ടൈമിൽ അമ്മയും അച്ഛനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെടിയും പച്ചക്കറിയൊക്കെ വീട്ടിൽ നടാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ശ്രദ്ധ വിട്ടുകൊണ്ട് ചെടിയൊക്കെ നന്നായിട്ടങ്ങ് നശിച്ചു പോയേ. ഇപ്പം വീണ്ടും ഒരുപാട് ചെടികളൊക്കെ അമ്മ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചട്ടികളൊക്കെ പുതിയ പുതിയ വാങ്ങിയിട്ട് അത്യാവശ്യം നല്ലതൊക്കെ മാറ്റി നട്ടിട്ടും വീട്ടിൽ പിന്നെ അച്ഛന് കൃഷിയോട് കുറച്ച് താല്പര്യം കൂടുതലുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും കൃഷി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകും കേട്ടോ. മോന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ഷോപ്പിലെത്തി കേട്ടോ. ഷോപ്പിൽ ഏട്ടന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിൽ നിൽക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പം സാധനമൊക്കെ ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ പോയതിനു ശേഷം പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു മിക്കി മൗസിൻ്റെ കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് എടുത്ത പ്രിൻ്റാണ് ഇത്. നമ്മൾ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് ആവശ്യമുള്ള സൈസ് നമ്മൾ ഇതേപോലെ കേക്കിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 6:45 കേട്ടോ. ഇനി നമുക്ക് ഈ ഷോപ്പിലേക്കുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. ലൈറ്റ് ഇട്ടത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇട്ടിട്ട്. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയതിനു ശേഷം ഏട്ടൻ വന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ വീട്ടിലേക്കുള്ളതും ഷോപ്പിലേക്കുള്ളതും വെവ്വേറെ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഷോപ്പിലേക്കുള്ളത്
നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അത് റിച്ചും അതേപോലെ ഫിയോണയാണ് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ വെക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഓയിലും അതേപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്കുള്ളതൊക്കെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഹോട്ടലിൽ തന്നെ ചായക്കുള്ള കടികളൊക്കെ എടുത്തിട്ട് വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിക്കുമ്പോൾ പുതിയ 2 ആൾക്കാരുണ്ട്. ഒന്ന് അമ്മമ്മേൻ്റെ അനുജത്തിയും ഒന്ന് അമ്മമ്മയാണ് കേട്ടോ. അമ്മമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മമ്മേൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അവർ വന്ന സന്തോഷത്തിൽ ഞാൻ വീണ്ടും ഹോട്ടലിൽ എത്തിയിട്ടോ ഫുഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഹോട്ടൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മയും അച്ഛനും നടത്തുന്ന ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ള സ്പെഷ്യൽ ഫുഡൊക്കെ എടുത്ത് വീട്ടിലെത്തി ഞങ്ങളെല്ലാവരും കഴിച്ചു. വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഒരു ദിവസത്തെ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള യാത്ര, കേക്ക് ബേക്കിങ്ങും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഓരോ ദിവസവും പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ദിവസങ്ങൾ പോകുന്നു, സമയം പോകുന്നു പറയാറില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.